പൊതുവെ കുറച്ച് മുടിയൊക്കെ നിറച്ചു തുടങ്ങിയ ആൾക്കാരെയൊക്കെയാണല്ലോ ഈ മേഖലയിൽ കണ്ടിട്ടുള്ളത്. ഇതെന്താ നേരത്തെ തുടങ്ങിയോ? എങ്ങനെ ഇതിലേക്ക് എത്തി? ഇനി അച്ഛൻ വാസ്തു കൺസൾട്ടന്റ് ആണോ? അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ ഇതിനെ പറ്റി ആകട്ടെ എന്ന്. സോ വെൽക്കം ടു ടുഡേസ് വീഡിയോ. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ പേര് അപർണ SNL, വാസ്തു കൺസൾട്ടന്റ് ആണ്. വളരെ യാദൃശ്ചികമായിട്ടാണ് ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നത്. വാസ്തുവിനെ പറ്റി പഠിക്കുന്നതിന് തൊട്ട് മുന്നേ വരെ എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ലായ്മയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ബേസിക്കലി ഇതിനെ പറ്റിയൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ BTech സിവിലാണ്. സിവിലിന് ശേഷം പുതിയ വീട് പണിയുന്ന ആൾക്കാർ വാസ്തുപ്രകാരമുള്ള പ്ലാൻ പ്രിഫർ ചെയ്ത് തുടങ്ങിയ ഒരു ട്രെൻഡ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ അടുത്ത് വരുന്ന ക്ലയൻസിന് നമുക്ക് വാസ്തുപ്രകാരമുള്ള പ്ലാൻ കൊടുക്കാം. അങ്ങനെ മാത്രം വിചാരിച്ചാണ് ഞാനിത് പഠിക്കാൻ ഡിസൈഡ് ചെയ്തത്. പക്ഷെ ഞാനിത് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതിനൊരു സയന്റിഫിക് ബേസ് ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പം നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചിന്തിച്ചാലും ഇല്ലെങ്കിലും ഈ സറൗണ്ടിങ്ങിലുള്ള എനർജി നമ്മുടെ ലൈഫിൽ ഒരു വലിയ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പഠനത്തിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഇന്ന ഭാഗങ്ങളിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ ഇന്ന കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പിക്ക് ചെയ്ത് പറയാൻ തുടങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഒരു ബ്ലഡ് ടെസ്റ്റോ സ്കാനിങ് റിപ്പോർട്ടിനോ പോകുമ്പോൾ ആ റിപ്പോർട്ടിൻ്റെ ബേസിസിൽ അനലൈസ് ചെയ്യില്ലേ ഇന്ന അസുഖങ്ങളിൽ, അതുപോലെ നമുക്ക് പിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് ഒന്നും അറിയാത്തത് കൊണ്ടും ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാനിത് എൻ്റെ വീടുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ സംഭവം ഏകദേശം ശരിയായി. ഞങ്ങൾക്ക് അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അച്ഛനോട് എന്ന് പറഞ്ഞു, ഞാനിങ്ങനെ ക്ലാസ്സിൽ കേട്ടു ഇന്ന പോലെയൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നതെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഇത് ഇന്നലെ അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ, നമ്മളിതൊക്കെ ഓൾറെഡി നോക്കിയതാണ് എന്ന് പറഞ്ഞു. പക്ഷെ ക്ലാസ്സിൽ ഞാൻ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷനാകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ സാറിനുമായിട്ട് സംസാരിച്ചു. സാറ് വന്നു. അങ്ങനെ അത്യാവശ്യം കറക്ഷൻസ് ഒക്കെ നമ്മൾ ചെയ്തു. ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് 5 വീടുകളുടെ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ ഇതിന്റെ ഒരു അനാലിസിസ് ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഇന്ന പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭാഗം അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. നമ്മൾ അറിയാതെ ചെല്ലുകയാണല്ലോ. അതിനുശേഷം ഇന്ന പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഇന്നതുപോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു പോന്നു. ഞാൻ ആ പഠിച്ച കാര്യം ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു 7-8 മാസങ്ങൾക്ക് ശേഷം നമ്മൾ പോയ വീട്ടിലെ ആൾക്കാർ ഇത് നമ്മൾ പിക്ക് ചെയ്ത് പറഞ്ഞുകൊണ്ടായിരിക്കാം അവർ ഇന്ന ചേഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഒരുപക്ഷെ പറഞ്ഞത് ഞാനാണെങ്കിലും ഞാൻ തന്നെ ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടല്ലോ എന്ന് റിയലൈസ് ചെയ്യുന്നൊരു മൊമെന്റാണ്. അപ്പൊ എൻ്റെ വീട്ടിലും കറക്ഷൻസ് ചെയ്തിട്ട് എനിക്കൊരു ബിഫോർ ആഫ്റ്റർ ഫേസ് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് വന്ന കോളുകളും പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും തന്നെയാണ് ഈ സയൻസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് ഏറ്റവും അധികം മനസ്സിലാക്കി തന്ന ആ ഒരു ഘടകം. അപ്പൊ എൻ്റെ ഏറ്റവും വലിയൊരു എക്സ്പെരിമെന്റ് എൻ്റെ വീട് തന്നെയാണ്. വാസ്തുവിന്റെ ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും പുസ്തകത്തിൽ നിന്നല്ല, അനുഭവത്തിൽ നിന്ന് പഠിച്ച ഒരാളാണ്. അത് അനുഭവിച്ച് പഠിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അത് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയും. അപ്പോൾ വർഷങ്ങളോളമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് വീടിന്റെ ചില ഭാഗങ്ങളിൽ കുറച്ച് കറക്ഷൻസ് ഒക്കെ വരുത്തിയാൽ അതിനെ മാറ്റം വരുത്താൻ സാധിക്കുമോ? അതൊരു വലിയ റിയലൈസേഷൻ ആയിരുന്നു. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് വാസ്തു എന്ന് പറയുമ്പോൾ ഒരു പുതിയ വീടുകളിൽ മാത്രം ഒതുങ്ങി നിർത്തേണ്ട ഒരു സാധനമല്ല. നിലവിലുള്ള വീടുകൾക്ക്, നിലവിലുള്ള ഓഫീസുകൾക്ക് അവർക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നത്. കാരണം അവർക്ക് ഈ പ്രോബ്ലത്തെ സെൻസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇവിടെ കാലുവേദന ഉണ്ടോ, ആ കാലുവേദന മാറാനായിട്ട് ഇന്ന കാര്യം ചെയ്യൂ അല്ലെങ്കിൽ ഇന്ന കറക്ഷൻ ചെയ്യൂ എന്ന് പറയുമ്പോൾ ആ പർപ്പസ് എന്തിനിത് ചെയ്യുന്നു എന്നൊരു ക്ലാരിറ്റി വരുമ്പോൾ അവർ ആ കറക്ഷൻസ് ചെയ്യുകയും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഞാൻ ഒത്തിരി ആൾക്കാരുടെ ലൈഫിനെ ക്ലോസ്ലി പഠിക്കാൻ തുടങ്ങി. ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം നേടിയെടുത്തൊരവസ്ഥയും എല്ലാം നേടിയതിൽ നിന്നും ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്ന ഈ രണ്ടും ഞാൻ കണ്ടു. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി വരുന്നത് സ്പേസ് ആണ്. എൻ്റെ വീട്ടിലും ഒരു 3 ജനറേഷനോളം ഓരോ ടൈമിൽ നമ്മൾ വീട്ടിൽ വരുന്ന ചില ചേഞ്ചസ്, പുതിയ റൂം എടുക്കുന്നത് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ആ എനർജീനെ ഏത് രീതിയിൽ ഷിഫ്റ്റ് ചെയ്യുന്നു, അവിടെയുള്ള ആൾക്കാരെ ഏത് രീതിയിൽ ബാധിക്കുന്നു എന്നൊക്കെ ഞാൻ ഒബ്സർവ് ചെയ്തു. അപ്പോൾ ഇതൊന്നും ഓൾ ഓഫ് എ സഡൻ സംഭവിക്കുന്നതല്ല. സമയമെടുത്തിട്ടാണ് വാസ്തുവിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ളതും സംഭവിക്കുന്നത്. പക്ഷെ വർഷങ്ങളോളം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളെ നമ്മൾക്ക് കറക്റ്റ് ചെയ്യാനും മാറ്റം വരുത്താനും സാധിച്ചെങ്കിൽ
അതിലും വലിയൊരു സ്ട്രോങ് റീസൺ ഇല്ലായിരുന്നു എനിക്ക് ഈ പ്രൊഫഷനിൽ തന്നെ നിൽക്കാനും തുടരാനും. പക്ഷെ ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. കൂടുതലും ഇതൊരു പ്രശ്നങ്ങളുടെയോ ദോഷങ്ങളുടെയോ ഒരു ശാസ്ത്രമായിട്ടാണ് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുന്നത്. ശരിക്കും വാസ്തു സമൃദ്ധി ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള സയൻസ് ആണ്. സമൃദ്ധി എന്ന് പറഞ്ഞാൽ കുറെ പൈസ മാത്രമല്ല, പൈസ ഒരു വളരെ പ്രധാനപ്പെട്ട എലമെന്റ് ആണ്. 5-ൽ 1 പൈസ. അതുകൂടാതെ ആരോഗ്യം, റിലേഷൻഷിപ്പ്, കരിയർ, ഡിസിഷൻ മേക്കിംഗ്, എപ്പോഴും നല്ല തീരുമാനങ്ങൾ, പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിനും സങ്കടത്തിനും കാരണമാകുന്നത്. അപ്പൊ ലൈഫിനെ ഏറ്റവും അധികം എഫക്റ്റ് ചെയ്യുന്ന ഈ 5 ഏരിയാസിനെ കറക്റ്റ് ചെയ്യാനുള്ള വഴി, അതിനുള്ള നിയമങ്ങളാണ് വാസ്തുവിൽ പറയുന്നത്. ഡോക്ടർ ഹെൽത്ത് റിപ്പോർട്ടിന്റെ ബേസിസിൽ അസുഖം കണ്ടെത്തി മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് വലിയ അത്ഭുതമൊന്നും തോന്നില്ല അല്ലെ? അത് വളരെ ഓബ്വിയസ് അല്ലേ? അപ്പൊ വാസ്തുവിനെ നമ്മൾ അത്തരത്തിൽ കണ്ടിട്ടില്ല. അതാണ്. അപ്പൊ വാസ്തു ഒരു സയൻസ് ആണ്. ഇത് ഭൂമിയുടെ മൂവ്മെന്റ്, റൊട്ടേഷന്റെയും റെവല്യൂഷന്റെയും ബേസിസിലാണ് ഇതിലെ നിയമങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലായിടത്തും നമുക്ക് നിയമങ്ങളുണ്ടല്ലേ? സ്കൂളില്, കോളേജസില്, റോഡില് എല്ലാ നിയമങ്ങളും നമ്മൾ പാലിക്കാറുണ്ട്. അപ്പോൾ ഈ നിയമങ്ങളുടെ ഉദ്ദേശം നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗം കടമെടുത്ത് ഇവിടെ താമസിക്കുമ്പോൾ ഈ യൂണിവേഴ്സിന്റെ കുറച്ച് നിയമങ്ങൾ നമ്മൾ പാലിക്കുക. അപ്പോൾ യൂണിവേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഒഴുക്കുള്ള നദിയിൽ ആ ഒഴുക്കിന് പാരലായിട്ട് നീന്തുവാണെങ്കിൽ നമ്മളെ ആ സപ്പോർട്ട് ചെയ്യും. നമുക്ക് എത്തേണ്ട സ്ഥലത്ത് മിനിമം എനർജിയിൽ മിനിമം ടൈമിലെത്താം. ഒഴുക്കിനെതിരായി നീന്തുമ്പോൾ ഇരട്ടി എനർജിയും ഇരട്ടി സമയം എടുത്താലും നമ്മുടെ എനർജി ഡ്രെയിൻ ആകും എന്നല്ലാണ്ട് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഇത് തന്നെയാണ് വാസ്തു. നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ടിന് യൂണിവേഴ്സിന്റെ ഒരു സപ്പോർട്ട്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഈ സീക്രറ്റ്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഈ മാജിക് എത്ര പേരിലേക്ക് കൊടുക്കാൻ സാധിക്കുമോ, എത്ര പേരുടെ ലൈഫിനെ പോസിറ്റീവായിട്ട് ട്രാൻസ്ഫർമേഷൻ നൽകാൻ സാധിക്കുമോ, അതാണ് എൻ്റെ മിഷൻ. അപ്പോൾ വീട് മാത്രമല്ല, ബിസിനസ് സ്ഥാപനങ്ങൾ, ഓഫീസ് മുതൽ ഫാക്ടറി യൂണിറ്റിൽ വരെ നമുക്ക് വാസ്തു കറക്റ്റ് ചെയ്ത് ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്കതിൽ എനർജി ഷിഫ്റ്റ് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ യൂണിവേഴ്സിന്റെ സപ്പോർട്ട് ഉപയോഗിച്ച് നമ്മൾ ലൈഫിൽ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ ആ സപ്പോർട്ടിനെ നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൂടെ? അങ്ങനെ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹമുള്ളവരെ സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. അതുപോലെ ഇതിനിങ്ങനെ ഒരു പവർ ഉണ്ടെന്ന് എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കുക, ഇതാണ് എൻ്റെ ഹാപ്പിനെസ് ആൻഡ് വിഷൻ. ആൻഡ് അത് തന്നെയാണ് എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് മീ സ്റ്റേയിങ് ഇൻ ദിസ് പ്രൊഫഷൻ. വീഡിയോ ഇപ്പൊ വരെ എന്ത് ചെയ്യുന്നവരെ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ ഇത്രയും സമയം നമ്മൾ സംസാരിക്കുമ്പോൾ ആരെങ്കിലേക്ക് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന ആളുടെ പ്രശ്നത്തിനൊരു പരിഹാരമായാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ലെറ്റ്സ് ദം ഓൾസോ എക്സ്പീരിയൻസ് ദി പവർ ഓഫ് ദിസ് യൂണിവേഴ്സ്. So thank you so much and have a good day.